ഇന്ത്യയെ തേടിയുള്ള മൂന്നാമത്തെ ദിനം. ഞങ്ങളിപ്പോൾ ഉള്ളത് അഹമ്മദാബാദിലാണ് കേട്ടോ. അഹമ്മദാബാദ് നോക്കി ഞങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ? ഇതെന്താ പണി നോക്കി കേട്ടോ, ഗെയിം കളിക്കുന്നു ഗൈസ്. കേട്ടല്ലേ, കണ്ടില്ലേ ഗൈസ്? ആകെ ടെൻഷനായത് ഗെയിം കളിച്ചിട്ടാണ് ഗൈസ്. കണ്ടില്ലേ അവസ്ഥ. ഗെയിം ഉണ്ടല്ലോ. അഹമ്മദാബാദിൽ ഞങ്ങൾ ആദ്യം പോയത് സിദ്ദി ബഷീർ ജുമാ മസ്ജിദിലേക്കാണ് കേട്ടോ. അഹമ്മദാബാദിലെ തന്നെ ഏറ്റവും സവിശേഷമായ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ് സിദ്ദി ബഷീർ ജുമാ മസ്ജിദ്. ഈ പള്ളിയുടെ ഏറ്റവും വലിയ അത്ഭുതം ഇതിന്റെ മിനാരങ്ങളാണ്. രണ്ട് മിനാരങ്ങളിൽ ഒന്നിൽ പിടിച്ച് കുലുക്കിയാൽ രണ്ടാമത്തെ മിനാരവും തനിയെ കുലുങ്ങാൻ തുടങ്ങും. എന്നാൽ ഈ രണ്ട് മിനാരങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഇടനാഴിയിൽ യാതൊരു ചലനവും അനുഭവപ്പെടുകയുമില്ല. ഈ നിർമ്മാണ വൈദഗ്ധ്യം ഇന്നും ഒരു നിഗൂഢമായി തുടരുകയാണ്. 1452 സുൽത്താൻ അഹമ്മദ് ഷായുടെ കൊട്ടാരത്തിലെ അടിമയായിരുന്ന സിദ്ദി ബഷീറാണ് ഈ പള്ളി നിർമ്മിച്ചത്. ജുൾട്ട മിനാര മസ്ജിദ് അല്ലെങ്കിൽ ആടുന്ന മിനാരങ്ങളുള്ള പള്ളി എന്ന പേരിലും ഈ പള്ളി അറിയപ്പെടുന്നു. പഴയ പള്ളിയുടെ ഭൂരിഭാഗവും നശിച്ചുപോയെങ്കിലും പ്രവേശന കവാടവും ഈ രണ്ട് മിനാരങ്ങളും ഇന്നും നിലനിൽക്കുന്നു. ഹസ്രത്ത് മലിക് സാറംഗ് ഷാ എന്നവരുടെ മക്ബറയും ഈ പള്ളിയുടെ അടുത്ത് കാണാൻ സാധിക്കും. ഗുജറാത്തിലെ സാറംഗ്പൂർ എന്ന പ്രദേശം ഇവരുടെ പേരിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഗുജറാത്തിലെ വണ്ടികളാട്ടോ. ലൈറ്റ് ഒന്നും ഏതിനുണ്ടാവില്ല. ലൈറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ലൈറ്റ് ഇപ്പോൾ വണ്ടിക്ക് മസ്റ്റ് അല്ലല്ലോ. സാഗപാളി ഗൈസ്. അതിനാനുസ്ഥാനം കാണില്ല എന്നുള്ള പരാതി ഇതാ ഇവിടെ പരിഹരിച്ചിരിക്കുന്നു. ഇതാണ് നമ്മൾ അതിനാനുസ്ഥാനം. ആ ചെറിയ നോക്കി നിങ്ങള്. അവിടെ നിന്ന് ഞങ്ങൾ ആദ്യം പോയത് ഷാഹെ ആലം ദർഗയിലേക്കാണ്. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്ത സൂഫി വര്യനും പണ്ഡിതനുമായിരുന്ന സയ്യിദ് സിറാജുദ്ദീൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു ആണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇവർ ഷാഹ് ആലം അല്ലെങ്കിൽ ലോകത്തിന്റെ രാജാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മഹാനായ കുത്തുബെ ആലം തങ്ങളുടെ മകനാണ് ഷാഹ് ആലം തങ്ങൾ. ഗുജറാത്തിലെ സുൽത്താനായിരുന്ന മഹ്മൂദ് ബെഗഡയാണ് ഈ ദർഗയും പരിസരത്തുള്ള മസ്ജിദും പണി കഴിപ്പിച്ചത്. ഏകദേശം 1475-ന്റെയും 1483-ന്റെയും ഇടയിലാണ് ഇതിന്റെ നിർമ്മാണം നടന്നിട്ടുള്ളത്. പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നിരുന്ന കട്ടിലും അവിടത്തെ പാദമുദ്ര, ഖദമേ ഷരീഫും തുടങ്ങിയ വിശേഷപ്പെട്ട വസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ ബുഖാരി സാദാത്ത് പരമ്പരയുടെ സ്ഥാപകനാണ് കുത്തുബെ ആലം എന്നറിയപ്പെടുന്ന സയ്യിദ് ബുർഹാനുദ്ദീൻ റളിയല്ലാഹു അൻഹു. പ്രശസ്ത സൂഫി വര്യനായ മഹ്ദൂമെ ജഹാൻ കശ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ പേരമകനാണ് കുത്തുബെ ആലം. ഗുജറാത്തിലെ മസ്കാബന്നെ വളരെ ഫേമസ് ആട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ മസ്കാബന്നെ കണ്ടു.